ഹമാസ് ബന്ദികളാക്കിയവരിൽ 6 പേരെ കൂടി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതോടെ ഇസ്രയേലിൽ ജനം തെരുവിലിറങ്ങിയ വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. എത്രയും വേഗം വെടിനിർത്തൽ കരാർ നടപ്പിലാക്കി ബാക്കിയുള്ള ബന്ദികളെ മോചിപ്പിക്കുക എന്നതാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം. 7 ലക്ഷത്തിലധികം പേർ ചെറുതും വലുതുമായ പട്ടണങ്ങളിലും പ്രധാന റോഡുകളിലുമെല്ലാം ഇന്നലെ രാത്രി തടിച്ചുകൂടി. ടെൽ അവീവിൽ മാത്രം 3 ലക്ഷത്തിലധികം പേർ ഈ പ്രകടനത്തിൽ പങ്കെടുത്തു. ഇസ്രയേലിന്റെ വാർ ക്യാബിനറ്റ് കൂടിയ ജെറുസലേമിലും വലിയ ജനക്കൂട്ടമായിരുന്നു ഇന്നലെ. 6 ബന്ദികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയതോടെയാണ് ജനം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നേരെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത്. കൊന്നത് ഹമാസ് ആണെങ്കിലും ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കുന്നതിൽ നെതന്യാഹു പരാജയപ്പെട്ടു എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. മുഴുവൻ രാജ്യത്തിന് വേണ്ടിയാണ് തങ്ങൾ സംസാരിക്കുന്നത് എന്നാണ് ഈ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഹോസ്റ്റേജസ് ആൻഡ് മിസ്സിംഗ് ഫാമിലീസ് ഫോറം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച ബന്ദികളെ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ച ഇസ്രയേൽ വാർ ക്യാബിനറ്റിന് പ്രതിഷേധക്കാരുടെ ശബ്ദം കേൾക്കുവാൻ സാധിക്കണമെന്നും ഫോറം പറഞ്ഞു. കൂടുതൽ ബന്ദികൾ കൊല്ലപ്പെട്ടതോടെ പ്രതിഷേധത്തിന്റെ രൂപവും ഭാവവും ഇസ്രയേലിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധം കൂടുതൽ വ്യാപിപ്പിക്കുവാനുള്ള തീരുമാനത്തിലാണ് യൂണിയൻ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ. അതേസമയം ഈ പ്രതിഷേധ പ്രകടനങ്ങൾ നിരോധിക്കുവാനുള്ള ശ്രമങ്ങൾ ഇസ്രയേൽ ഗവൺമെന്റ് ഒരു വശത്ത് ആരംഭിച്ചിരിക്കും. കൊല്ലപ്പെട്ടവരിൽ ഇസ്രയേൽ വംശജനായ ഒരു അമേരിക്കൻ പൗരനും ഉണ്ടായിരുന്നു. കൊലപാതകങ്ങൾക്ക് ഉത്തരവാദിയായ ഹമാസ് കനത്ത വില നൽകേണ്ടി വരുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ ഇന്ന് പറഞ്ഞു. ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കുന്നതിനും ഗസയിൽ വെടിനിർത്തലിനായിട്ടുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ ഇനിയും തുടരുമെന്നും ബൈഡൻ വ്യക്തമാക്കി. കൂടുതൽ ബന്ദികൾ കൊല്ലപ്പെട്ടതോടെ വെടിനിർത്തൽ കരാറിൽ ഒപ്പിടുന്ന കാര്യത്തിൽ ഹമാസ് എത്രത്തോളം സീരിയസ് ആണെന്നുള്ള ഒരു സംശയം ഉടലെടുക്കുന്നുണ്ടെന്നാണ് മുതിർന്ന US ഉദ്യോഗസ്ഥർ പറയുന്നത്. അതേസമയം വെടിനിർത്തൽ കരാറിൽ ഒപ്പിടാതെ നിൽക്കുന്ന നെതന്യാഹുവാണ് ബന്ദികളുടെ മരണത്തിന് ഉത്തരവാദിയെന്ന് ഹമാസ് നേതൃത്വം പറഞ്ഞു. ഇസ്രയേൽ ജനത നെതന്യാഹു വേണോ അതോ കരാർ വേണോ എന്ന് തീരുമാനിക്കുവാൻ സമയമായെന്നും ഹമാസ് വ്യക്തമാക്കി. ഹമാസ് തടങ്കലിൽ ഇനി ബാക്കിയുള്ളത് 101 ബന്ദികളാണ്. അതിൽ 3-1 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടാകും എന്നൊരു കണക്കുകൂട്ടലിലാണ് ഇസ്രയേൽ ഗവൺമെന്റ്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.